ഇപ്പോൾ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഓരോ സിനിമയിലെ കഥാപാത്രങ്ങളാണ് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യലി നമ്മുടെ അനുമോൾക്ക് കിലുക്കത്തിലെ രേവതിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് അനുമോൾ അത് ചെയ്യുന്നുണ്ട്. ഓവറാണെന്ന് വെച്ചാൽ ഓവറല്ല, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഷാനവാസിൻ്റെ പുറകെ പോകുന്നുണ്ട്. എനിക്ക് കോഴിക്കറി വേണം. അപ്പോൾ ഷാനവാസ് പറഞ്ഞ്, എവിടെ പെണ്ണെ, കോഴി വെച്ചപ്പോൾ അങ്ങാണ്ടും പറന്ന് നടക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് കോഴിക്കറി വേണം കുരങ്ങ, വാന്നും പറഞ്ഞ് നമ്മുടെ ഷാനവാസിനെ പിടിച്ച് വലിച്ചുകൊണ്ട് കിച്ചണിലോട്ട് പോകുന്നുണ്ട്. കിച്ചണിലോട്ട് പോയിട്ട് ഷാനവാസ് പറഞ്ഞു, പെണ്ണെ എന്നെ വിട്. എന്നിട്ട് കിച്ചണിലോട്ട് ചെന്നിട്ട് അവരോട് പറഞ്ഞുണ്ട്, ഇവർക്ക് കോഴിക്കറി കൊടുക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ്, ആ പെണ്ണിൻ്റെ കുടയുണ്ട്, കുടയും കൊണ്ട് നിന്നെ കുത്തുമെന്ന് പറഞ്ഞപ്പം അനുമോൾ കുടയും കൊണ്ട് കുത്താൻ ഷാനവാസിൻ്റെ പുറകെ ഓടുന്നു. സത്യം പറഞ്ഞാൽ അനുമോൾ ഒരു ആക്ട്രസ് ആയതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. നല്ല പെർഫോം ചെയ്യേണ്ട, നല്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോഴത്തേക്കും ഷാനവാസും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. മോഹൻലാലിൻ്റെ മാനറിസം ഒക്കെ നമ്മുടെ ഷാനവാസും കാണിക്കുന്നുണ്ട്. അനുമോൾ നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദിലെ നൂറേലെടുത്തോട്ട് നമ്മുടെ അനുമോൾ ചെല്ലുകയാണ്. അവിടെയും അനുമോൾ വിട്ടുകൊടുക്കുന്നില്ല. ആദിലോട് പറഞ്ഞു, ഇത് എന്തൊരു സാമ്യമാണ്. അപ്പോൾ നമ്മുടെ നൂറ പറയുന്നു, കാർത്തുമ്പി എന്തിയപ്പോൾ അനുമോൾ പറയുന്നത്, തുപ്പി, അതാണോ കാർത്തുമ്പി, അങ്ങനെയൊക്കെ കുറേ രേവതി എന്തൊക്കെ പറയുന്നു, അതൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട്, കുരങ്ങ എന്നെ കെട്ടാവോ, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ടാസ്ക് നന്നായി നടക്കും.